നിയോജക മണ്ഡലങ്ങളിൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾ കാണുകയാണ് തത്സമയം. അസംബ്ലി നിയോജക മണ്ഡലത്തിലും ഇന്നലെ പോളിംഗ് പൂർത്തിയാവുകയുണ്ടായി. രണ്ട് സ്ഥലത്തും ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പോളിംഗ് ശതമാനം ചെറിയ രീതിയിൽ കുറവാണ്. ആ കുറവ് ആരെയാണ് ബാധിക്കുക എന്നുള്ളത് സംബന്ധിച്ച് ഞാനിപ്പോഴൊന്നും പറയുന്നില്ല. കുറവ് എല്ലാവരെയും ബാധിക്കും, കുറേശ്ശെയായിട്ട് എല്ലാവരെയും ബാധിക്കും. പക്ഷേ ചേലക്കര നിയോജക മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി UR പ്രദീപ് ജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ച കാര്യം അത് തന്നെയാണ്. അതിൽ ഉത്കണ്ഠയോ സംശയമോ ഇല്ല എന്ന കാര്യം ഞാൻ പൂർണ്ണമായിട്ടും പറയുകയാണ്. വയനാട് സംബന്ധിച്ച് വയനാട് ഞങ്ങളുടെ നില മെച്ചപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് മെച്ചപ്പെടുത്താനാവും എന്ന് തന്നെയാണ് അവിടെയും കാണുന്നത്. തിരിച്ചടിയൊന്നും ആവാനില്ല. തിരിച്ചടിയാവില്ല. അത് UDF പറയുന്നതാണ്. അത് അതിന് പകരം ഞാൻ വേറെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് കൃത്യമായ വ്യക്തതയുണ്ട്. നല്ല ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേലക്കര ജയിക്കുക തന്നെ ചെയ്യും. പാലക്കാടായില്ലല്ലോ. പാലക്കാട് ഉറപ്പായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്രം ജയിക്കും, ഒരു സംശയമില്ല. കാരണം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുള്ള മെട്രോമാൻ ശ്രീധരൻ്റെ വോട്ട് ഇപ്രാവശ്യം BJPക്ക് കിട്ടാൻ പോകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം മതനിരപേക്ഷ ഉള്ളടക്കത്തെ കണ്ടുകൊണ്ട് BJP ജയിക്കുമോ എന്ന ഒരു സംശയത്തിൽ ഒരു വിഭാഗം മതനിരപേക്ഷവാദികളുടെ വോട്ട് ഷാഫി പറമ്പലിന് കിട്ടിയിട്ടുണ്ട്. അത് ഇപ്രാവശ്യം കിട്ടാൻ പോകുന്നില്ല. BJP 3ാം സ്ഥാനത്തേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ജയസാധ്യതയാണ് പാലക്കാട് ഉള്ളത്. അതാണ് അതിൻ്റെ കാര്യം. ഇന്നലെ പാലക്കാട് പോകുന്നുണ്ട്. അല്ല, എന്താ ചേരാൻ പറഞ്ഞല്ലോ, ഞാൻ എഴുതിയതോ പറഞ്ഞതോ അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചേരാൻ അവിടെ വിശദീകരിക്കും. ഇല്ല, എന്തിനു വിശദീകരണം ചോദിക്കേണ്ട കാര്യം? പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത, EP ആത്മകഥയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ കൈമാറിയത് ദേശാഭിമാനി കണ്ണൂർ ബ്യൂറോ ചീഫായിട്ടുള്ള M. രഘുനാഥ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനാണ്. അതുമായി ബന്ധപ്പെട്ട് ആ മാധ്യമപ്രവർത്തകരോട് പാർട്ടി വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൽ എന്തെങ്കിലും ഇല്ല, യാതൊരു യാഥാർത്ഥ്യമില്ല. നമ്മളെ പാർട്ടിയെ ചോദിച്ചില്ല. ഇനി ഏത് പാർട്ടിയാണ് ചോദിച്ചെന്ന് എനിക്കറിയില്ല. നമ്മൾ CPM ചോദിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പരിശോധനയിലേക്ക് പോയിട്ടുണ്ടോ? അല്ല, എന്തിനാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഇന്നലെ തന്നെ ഞാനത് വ്യക്തമാക്കി. അതിൻ്റെ അപ്പുറത്ത് ഇനി ഇപ്പം കിടക്കുന്ന പ്രശ്നമില്ല. എന്തിനാണ് വിശദീകരണം ചോദിക്കേണ്ട കാര്യം? ഒരു കാര്യം. ശരി. CPM സംസ്ഥാന സെക്രട്ടറി എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ്. ചേലക്കരയിൽ വൻ ഭൂരിപക്ഷത്തോടെ UR പ്രദീപ് വിജയിക്കും എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. വയനാട്ടിലും വലിയ തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ നില മെച്ചപ്പെടുത്തും എന്നും MV ഗോവിന്ദൻ പറയുന്നു. പാലക്കാട് എന്തായാലും വിജയിക്കാൻ പോവുകയാണ് എന്നുകൂടി അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്.